കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങൾ വലിയ തോതിൽ മാറിമറിഞ്ഞിരിക്കുകയാണ്. വിജയത്തിന്റെ ആവേശം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ചില നേതാക്കന്മാരും എം.എൽ.എമാരും നിരാശയിലാണ്. ഈ നിരാശരായ കൂട്ടർ മറ്റാരുമല്ല, കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ സജീവമായി രംഗത്തുണ്ടായിരുന്ന ഷാഫിയും സംഘവുമാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വി.ഡി. വിരുദ്ധ ക്യാമ്പ് കരുനീക്കങ്ങൾ നടത്തിയത്. ഇതിനായി ഡൽഹിയിൽ ശക്തമായ സ്വാധീനമുള്ള കെ.സി. വേണുഗോപാലിനെ കരുവാക്കാനായിരുന്നു അവരുടെ ശ്രമം. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ മന്ത്രിസഭയിൽ നിർണായകമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാമെന്നും അതുവഴി സതീശനെ ഒതുക്കാമെന്നുമായിരുന്നു ഈ ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഘടകകക്ഷികൾ വി.ഡി. സതീശന് പിന്നിൽ ഉറച്ചുനിന്നു എന്നതാണ് ഈ രാഷ്ട്രീയ നാടകത്തിൽ വഴിത്തിരിവായത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും സതീശനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് ഷാഫി പറമ്പിലിന്റെയും സംഘത്തിന്റെയും അവസാനവട്ട ഗ്രൗണ്ട് വർക്കുകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണത്. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിന് അനിവാര്യമാണെന്ന ലീഗിന്റെ കർശന നിലപാട് ഹൈക്കമാൻഡിന് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കൾ നടത്തിയ പിൻവാതിൽ നീക്കങ്ങൾ തിരിച്ചടിക്കുകയും അവർ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശനെടുത്ത കടുത്ത നിലപാടുകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുലിനെ താഴെയിറക്കിയത്. പിന്നാലെ കോൺഗ്രസിൽ നിന്നും പാലക്കാട് എം.എൽ.എയെ പുറത്താക്കി. ഇതോടെയാണ് ഷാഫി പറമ്പിൽ സതീശൻ വിരുദ്ധ ചേരിയിലേക്ക് തിരിഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സിയെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ ഷാഫി എം.പിക്ക് നേരെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രവർത്തകരുടെ വിമർശനം നിറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്ന് ആരോപിച്ചാണ് യു.ഡി.എഫ് പ്രവർത്തകരും അനുഭാവികളും രംഗത്തെത്തിയത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി ഷാഫി വി.ഡി. സതീശനെ ഒറ്റുകൊടുക്കുകയാണെന്നാണ് പ്രവർത്തകർ ആരോപിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ ജയിച്ചു സർ, അങ്ങേ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബാലുശ്ശേരിയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വി.ടി. സൂരജിനൊപ്പം ഉമ്മൻചാണ്ടിയുടെ വലിയ ഫോട്ടോ ഉയർത്തി നിൽക്കുന്ന ചിത്രം ഷാഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിനു താഴെയാണ് കോൺഗ്രസ് യു.ഡി.എഫ് പ്രവർത്തകർ ഷാഫിക്ക് വിമർശനങ്ങളുടെ പൊങ്കാലയിട്ടത്. നേരത്തെ വി.ഡി. സതീശന്റെ വലങ്കയ്യായിരുന്ന ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവസാന ലാപ്പിലും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. സതീശനുമായി അകന്ന ഷാഫി ഇപ്പോൾ വേണുഗോപാൽ പക്ഷത്തെ പ്രധാനിയാണ്. കെ.സിക്ക് വേണ്ടി പല എം.എൽ.എമാരെയും സ്വാധീനിച്ചത് ഷാഫിയാണെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എ ഗ്രൂപ്പുകാരനായ ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിലെ എം.എൽ.എമാരെയും മുതിർന്ന നേതാക്കളെയും കെ.സി. വേണുഗോപാലിനൊപ്പം നിർത്താനാണ് നീക്കങ്ങൾ നടത്തിയത്. കൂടാതെ കെ.സി. മുഖ്യമന്ത്രിയായാൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാന പദവി തന്നിലെത്തിക്കാമെന്നും ഷാഫി കരുതിയിരുന്നു. എന്നാൽ വി.ഡി. മുഖ്യമന്ത്രിയായതോടെ ഇപ്പോൾ ഷാഫിയുടെ നീക്കങ്ങളെല്ലാം അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. അതേസമയം അധികാരത്തിന്റെ പുതിയ ക്രമത്തിൽ സതീശന്റെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. വിരുദ്ധരുടെ ഓരോ നീക്കത്തെയും അദ്ദേഹം എങ്ങനെ പ്രതിരോധിക്കുമെന്നും അവരെ എങ്ങനെ ഭരണ സംവിധാനത്തിൽ കൈകാര്യം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഷാഫി പറമ്പിലിന്റെയും സംഘത്തിന്റെയും നിശബ്ദത അവരുടെ പരാജയത്തിന്റെ ആഴം വിളിച്ചോതുകയാണ്.